വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് എൻ്റെ കീമിൻ്റെ മാർക്ക് ഇത്രയാണ്, +2യുടെ മാർക്ക് ഇത്രയാണ്, എക്സ്പെക്റ്റഡ് റാങ്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഓരോ ആൾക്കാർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കീം എഴുതിയ ഏത് ഷിഫ്റ്റാണോ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ്, നിങ്ങളുടെ +2 ബോർഡ് ഏതാണോ അതിൻ്റെ ടഫ്നെസ്, CBSEയുടെ ടഫ്നെസ് ബാധിക്കും, സ്റ്റേറ്റിൻ്റെ ടഫ്നെസ് ബാധിക്കും. സ്റ്റേറ്റിന് ഈസി ആണെങ്കിൽ അതിനെ ബാധിക്കും, CBSE ഈസി ആണെങ്കിൽ അതിനെ ബാധിക്കും. നിങ്ങൾ എഴുതിയ കീമിൻ്റെ ഷിഫ്റ്റ് ഈസി ആയിരുന്നെങ്കിൽ അതിനെ ബാധിക്കും. അങ്ങനെ പല പല കാറ്റഗറീസ് ഉൾപ്പെടുമ്പോഴാണ് നമുക്കൊരു കീമിൻ്റെ റാങ്ക് ടോട്ടലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവർ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഈ തവണ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. ഞാൻ ജോത്സ്യനൊന്നും അല്ലല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2021, 22, 23, 24 വരെയുള്ളതൊക്കെ നോക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് റാങ്ക് എത്രയാണെന്നുള്ള ഓർഡറാണ് തരുന്നത്. അത് ഈ വർഷം ചിലപ്പം കംപ്ലീറ്റ്ലി മാറാം. ചിലപ്പോൾ ഒരു 40% ശരിയാകാം, ചിലപ്പോൾ 90% ശരിയാകാം. നമുക്കൊരിക്കലും അത് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റഡ് റാങ്ക് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നുണ്ട്. ബട്ട് അത് എക്സാക്റ്റ് ആയിരിക്കില്ല. ഒരു 50% മാത്രമേ ഞാൻ ഉറപ്പ് തരത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ വന്ന് മോശം പറയാൻ നിൽക്കരുത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിന്ന് നോക്കുന്നത് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടാൻ വേണ്ട ഒരു റാങ്കുകളാണ്. ഓക്കെ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, അവിടെ സ്റ്റേറ്റ് മെറിറ്റിന് കിട്ടിയിരിക്കുന്നത് 7778. ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്. EZ കാറ്റഗറി 13827, മുസ്ലിം കാറ്റഗറി 11555, SC കാറ്റഗറി 43880. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 7224, സ്റ്റേറ്റ് മെറിറ്റ്. EZ കാറ്റഗറി 9K, മുസ്ലിം കാറ്റഗറി 8K. പിന്നെ ഏതാണ്? SC കാറ്റഗറിക്ക് 33K, ST കാറ്റഗറി 51K. പിന്നെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയിരിക്കുന്നത് 8K, 8.5K, EZ 9.8K, മുസ്ലിം കാറ്റഗറി 9K, SC കാറ്റഗറി 38K. അപ്പം പ്രധാനമായിട്ടും 3 GG എന്ന് കാണിക്കുന്നതാണ് ഗവൺമെൻറ്. പ്രധാനമായിട്ടും 3 ഗവൺമെൻറ് കോളേജിൽ മാത്രമേ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളൂ. വളരെ കുറഞ്ഞ കോളേജസിൽ മാത്രമുള്ള ഒരു ബ്രാഞ്ചാണിത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയണോ? ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തൊരു കോളേജ് ഉണ്ടാവില്ല. അപ്പോൾ 120 എത്രയോ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടെ എല്ലാം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. കെമിക്കലൊക്കെ കാണോ, ഗവൺമെൻറ്റിൽ തന്നെ 3 ഉള്ളൂ. അപ്പോഴത്തേക്കും കോമ്പറ്റീഷൻ കുറവായിരിക്കും കുട്ടികൾ അതിലുള്ളത്. പിന്നെ പ്ലേസ്മെൻറ്റ് സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടർ സയൻസിനെ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ച് കമ്പ്യൂട്ടർ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഇവിടെ നിങ്ങൾ വയ്ക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ തൃശ്ശൂർ വയ്ക്കുക, പിന്നെ TKM വെക്കണോ GC വെക്കണോ, GC കോഴിക്കോട് വെക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. TKM ഓട്ടോണമസ് ആണ്, അവർക്കൊരു വേറെ തന്നെ സിലബസ് ആണുള്ളത്. ഇപ്പം GC കോഴിക്കോടിൽ 2024 സ്കീം സിലബസ് ആണുള്ളത്. 2019 സ്കീമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞതിന് നിങ്ങൾ എന്ത് വെക്കണം, തൃശ്ശൂർ കഴിഞ്ഞിട്ട് TKM വെക്കുക, അല്ലെങ്കിൽ ആദ്യം TKM വെക്കാൻ വേണ്ട ഞാൻ പറഞ്ഞതിന് കാര്യം അവരുടെ നല്ല സിലബസാണ്. പക്ഷേ ഇപ്പോൾ 2024 സ്കീമാണ് നിങ്ങൾക്ക് വരുന്നത്. അതും ഏറെക്കുറെ നല്ലൊരു സിലബസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ TKM വെക്കാം, അല്ലെങ്കിൽ GC കോഴിക്കോട് വെക്കാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ പ്രൈവറ്റിൽ വരുന്നത് അമൽജ്യോതി കോളേജ് കോട്ടയം, കുഴപ്പമില്ലാത്തൊരു കോളേജാണ്. നിങ്ങൾ പിന്നെ ന്യൂസൊക്കെ കാണുന്നതാണല്ലോ അല്ലേ. സെയിൻറ്റ് ഗേറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, ഇത് നല്ലൊരു സൂപ്പർ കോളേജാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പ്രൈവറ്റിൽ എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും എടുക്കാൻ ഞാൻ പറയില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, ഇതെല്ലാം കോട്ടയംകാരുടെയാണുള്ള സ്ഥലം. കോട്ടയത്തെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളൂ. മംഗളം കോളേജ് കുഴപ്പമില്ലാത്തൊരു കോളേജാണ്. കോട്ടയത്തെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ മംഗളം കോളേജിനെ പറ്റിയിട്ട്. ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്
കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ആർട്സ് കണ്ടിട്ടെന്നുള്ളതല്ലാതെ എനിക്ക് കോളേജ് നല്ലതാണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഗവൺമെൻറ് പകുതി ക്യാഷ് കൊടുക്കുന്നത്, ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ, കുഴപ്പമില്ല. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, ചെങ്ങന്നൂറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയേ, തൃശ്ശൂരിലും കോഴിക്കോടിലും അതേപോലെ തന്നെ TKM പോലും സ്റ്റേറ്റ് മെറിറ്റ് 8K 7K ആണ്. പക്ഷേ ഒരു ഫീസ് കൊടുത്ത് പഠിക്കേണ്ട SCT കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് വന്നേക്കുന്നത്, ഇത് വേറെ ബ്രാഞ്ചാണോ? ഓക്കെ 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 മാറിപ്പോയി, സോറി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും കോളേജിലേ ഉള്ളൂ. 1 2 3 4 5 6 7 ആകപ്പാടെ 7 കോളേജിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളൂ. 3 ഗവൺമെൻറ്, 4 പ്രൈവറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെക്കേണ്ട ഓർഡർ ഞാൻ പറഞ്ഞു. തൃശ്ശൂർ വയ്ക്കുക, പിന്നെ TKM കോഴിക്കോട്, പിന്നെ സെയിൻറ്റ് ഗേറ്റ്സ് വയ്ക്കുക, പിന്നെ മംഗളം കോളേജ് വയ്ക്കുക, അല്ലെങ്കിൽ അമൽജ്യോതി വയ്ക്കുക, പിന്നെ മംഗളം വയ്ക്കുക, പിന്നെ ടോംസ് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.